ഹായ് ഐ എം അരുൺ. വെൽക്കം ടു സിനി ട്രൂത്ത് സ്റ്റുഡിയോ. ഗുഡ് ബാഡ് അഗ്ലി അങ്ങനെ കണ്ടിറങ്ങി. എന്താ പറയാ, തലയുടെ വിളയാട്ടം. അജിത്ത് ആരാധകർക്ക് ഇതൊരു ആഘോഷമാണ്. അജിത്തിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാനും സ്റ്റൈലിഷ് ആക്ഷൻ കാണാനും ഇതൊരു മികച്ച അവസരമാണ്. എന്നാൽ പുതുമയും വ്യത്യസ്തമായ സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നിരാശയായിരിക്കും. പടത്തെ പറ്റി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കളർഫുൾ. ഈ സിനിമ ഞാൻ കാണാൻ പോലുള്ള കാരണം മാർക്കാണ്ടിന്റെ ഡയറക്ടറായ ആദിത്യ ചന്ദ്രനും അജിത്തും തമ്മിലുള്ള കോംബോ തന്നെയാണ്. സിനിമ പറ്റി എന്താ പറയുക, പണ്ടത്തെ അജിത്തിന്റെ ഒരുപാട് സിനിമകൾ കോർത്തിണക്കിയ ഒരു സിനിമ. പ്ലസ് പോയിന്റ് ആയി പറയുകയാണെങ്കിൽ അജിത്ത് തന്നെയാണ്. 2, ജി.വി. പ്രകാശ് മ്യൂസിക്. ആ പടത്തിന്റെ ആദ്യം പേരെഴുതി കാണിക്കുന്ന ആദ്യം മുതൽ ഒടുക്കം വരെ മ്യൂസിക്കോട് മ്യൂസിക് ആണെങ്കിൽ പോലും ഒരിടത്ത് പോലെ നമ്മളെ ബോറടിപ്പിക്കാതെ ജീവി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ആർട്ട് വർക്ക് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജോൺ വിക്ക്, ഡോൺലി അവരെ വെച്ചുകൊണ്ടൊരു ആനിമേഷൻ സാധനങ്ങളൊക്കെ അതും ഗംഭീരം. ഇതിനകത്ത് നെഗറ്റീവായി എനിക്ക് പറയാൻ തോന്നിയത് നടന്മാരുടെ അഭിനയം തന്നെയാണ്. തല ഒഴികെ ബാക്കി എല്ലാവരും ഇന്റർവെല്ല് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത്തരം വേണ്ടിയിരുന്നില്ല, ഇത്രയും അങ്ങോട്ട് വേണ്ട നമുക്ക് തോന്നുന്ന സീനുകളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അജിത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാമിയോ റോൾ വരുന്നുണ്ട്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. എസ്പെഷ്യലി ഷൈൻ ടോം ചാക്കോ, സിമ്രൻ, എവിടെയൊക്കെയോ ഒരു പാളിച്ച. പിന്നെ വില്ലനിസം അർജുൻ ദാസ്. ഇന്റർവെല്ല് വരെ ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്. ഇന്റർവെല്ല് കഴിഞ്ഞ് പുള്ളി പയ്യെ പയ്യെ കോമാളിയായി മാറി. ഈ സിനിമ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ പോയി കാണൂ എന്ന് ഞാൻ പറയില്ല. ആവശ്യമുള്ളവർക്ക് പോവാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ പോകുന്നുണ്ടെങ്കിൽ ലോജിക്ക് എന്ന് പറയുന്ന സാധനം മാറ്റിവെച്ചിട്ട് മാത്രം പോവുക. വിഷു പ്രമാണിച്ച് 4 സിനിമകളാണ് റിലീസായത്. അതിൻ്റെ എല്ലാത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.